നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ഈ വിശകലനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ശരിക്കും നമ്മളെ അത്ഭുതപ്പെടുത്തുന്നൊരു കാര്യമാണ്. 1971 ജൂലൈയിലെ അഖണ്ഡജ്യോതി മാസികയുടെ ഉള്ളടക്കം. ഒറ്റ നോട്ടത്തിൽ കുറച്ച് പുസ്തകങ്ങളുടെയും താളുകളുടെയും കൂട്ടമായി തോന്നാമെങ്കിലും സത്യത്തിൽ ഇത് മനുഷ്യന്റെ ബോധമണ്ഡലത്തിലൂടെയുള്ള വളരെ ആഴത്തിലുള്ള ഒരു യാത്രയാണ് നമുക്ക് മുന്നിൽ തുറന്നിടുന്നത്. ശരി, അപ്പോൾ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. ഡസൻ കണക്കിന് വരുന്ന ഈ ചരിത്ര ലേഖനങ്ങളെ പ്രധാനമായും 5 ഭാഗങ്ങളായിട്ടാണ് നമ്മളിന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. 1. അഹങ്കാരത്തിന്മേൽ ദൈവികതയുടെ വിജയം. 2. ആത്മാവും സൂക്ഷ്മശരീരവും. 3. സൃഷ്ടിയുടെ അനന്തമായ രഹസ്യങ്ങൾ. 4. ശാസ്ത്രവും സമൂഹവും ഭാവിയും. പിന്നെ അവസാനമായി സ്വാർത്ഥതയിൽ നിന്ന് നിസ്വാർത്ഥതയിലേക്ക്. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ഭാഗം നോക്കാം. അഹങ്കാരത്തിന്മേൽ ദൈവീകതയുടെ വിജയം, അഥവാ നമ്മുടെ ഉള്ളിലെ പോരാട്ടം. ഈ മാഗസിനിലെ ഏറ്റവും ശക്തമായ ആദ്യ ലേഖനം തന്നെ നമ്മുടെ ഉള്ളിൽ നടക്കുന്ന ഈ നിരന്തരമായ സംഘർഷത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഒന്നാലോചിച്ചു നോക്കൂ, ഈ ലേഖനങ്ങളിൽ അഹങ്കാരത്തെ, അതായത് ഈഗോയെ ഒരു അസുര സ്വഭാവമായിട്ടാണ് വളരെ വ്യക്തമായി തന്നെ മുദ്രകുത്തിയിരിക്കുന്നത്. മറുവശത്തോ നല്ല സങ്കല്പങ്ങളിലൂടെയും ഉയർന്ന ചിന്തകളിലൂടെയും നമ്മൾ നേടിയെടുക്കുന്ന ദൈവികതയും, നമ്മുടെയൊക്കെ ഉള്ളിൽ എന്നും നടക്കുന്ന ആ ഒരു വലിയ പോരാട്ടത്തെ വളരെ കൃത്യമായി ഈ വരികൾ വരച്ചുകാട്ടുന്നുണ്ട്. ഇതൊരു വെറും തത്വശാസ്ത്രമൊന്നുമല്ല കേട്ടോ, ഇത് നമ്മുടെ ദൈനംദിന ജീവിതവുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യമാണ്. ജീവിതത്തിന് എന്തെങ്കിലും ലക്ഷ്യമുണ്ടായിരിക്കണം എന്ന ലേഖനം കൃത്യമായി പറയുന്നത് അതാണ്. അതായത് നമുക്കൊരു ലക്ഷ്യബോധമുണ്ടാകുമ്പോൾ അനാവശ്യമായി ഈ അഹങ്കാരം നമ്മളിൽ നിന്ന് തനിയകന്നു നിൽക്കും. അത്രയുള്ളൂ കാര്യം. ഇനി നമുക്ക് രണ്ടാമത്തെ ഭാഗത്തേക്ക് പോകാം. ആത്മാവും സൂക്ഷ്മശരീരവും, അഥവാ അദൃശ്യമായ തലങ്ങൾ. നമ്മുടെ ഈഗോയെ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ 1971 ലേഖനങ്ങൾ നമ്മെ കൊണ്ടുപോകുന്നത് നമ്മുടെ തന്നെ അസ്തിത്വത്തിന്റെ കാണാപ്പുറങ്ങളിലേക്കാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? മരണം ശരിക്കും ജീവിതത്തിന്റെ അവസാനമാണോ? അല്ലേ? മരണം ജീവിതത്തിന്റെ അവസാനമല്ല എന്ന ലേഖനത്തിന്റെ തലക്കെട്ടിൽ തന്നെയുള്ള വളരെ ചിന്തിപ്പിക്കുന്ന ഒരു ചോദ്യമാണിത്. വെറുമൊരു ഭൗതിക ശരീരത്തിനപ്പുറം എന്തൊക്കെയോ ഉണ്ടെന്നുള്ള വലിയൊരു അന്വേഷണം ശരിക്കും ഇവിടെ തുടങ്ങുകയാണ്. ഇതിലെ ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പുസ്തകം സൂക്ഷ്മ ശരീരത്തെക്കുറിച്ചും അതിന്റെ വലിയ പ്രാധാന്യത്തെക്കുറിച്ചും വളരെ ആഴത്തിൽ ചർച്ച ചെയ്യുന്നു എന്നതാണ്. നമ്മുടെ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത ഒരു അദൃശ്യതലത്തിൽ മനുഷ്യന് എത്രത്തോളം വലിയ സ്വാധീനമുണ്ട് എന്ന് ഇത് കൃത്യമായി വരച്ചുകാട്ടുന്നു. ഭൗതിക ശരീരത്തിന്റെ ഒരിക്കലും തീരാത്ത ആഗ്രഹങ്ങളെയും നമ്മുടെ ആത്മാവ് നിരന്തരം ചെയ്യേണ്ട സാധനകളെയും തമ്മിൽ ഇവിടെ വളരെ രസകരമായി താരതമ്യം ചെയ്യുന്നുണ്ട്. ശരീരത്തിന്റെ ദാഹവും ആത്മാവിന്റെ അഭ്യാസവും, അതുപോലെ 7 ലോകങ്ങളുടെ സൗന്ദര്യനഗരമായ ശരീരം എന്നൊക്കെയുള്ള ലേഖനങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, നമ്മൾ വെറുമൊരു മാംസപിണ്ഡമല്ല, മറിച്ച് ഈ പ്രപഞ്ചവുമായി തന്നെ വലിയ ബന്ധമുള്ള ഒരു അത്ഭുത സൃഷ്ടിയാണെന്ന്. ഇനിയാണ് കാര്യങ്ങൾ കൂടുതൽ ഗൗരവമാകുന്നത്. മൂന്നാമത്തെ ഭാഗം സൃഷ്ടിയുടെ അനന്തമായ രഹസ്യങ്ങൾ. നമ്മുടെ ഉള്ളറകളിൽ നിന്നുള്ള അന്വേഷണം പെട്ടെന്ന് ഈ അനന്തമായ പ്രപഞ്ചത്തിലേക്ക് വികസിക്കുകയാണ്. ഈ മാസികയുടെ മൂന്നാമത്തെ പ്രധാന ആശയവും ഇതുതന്നെയാണ്. ഈ തലക്കെട്ടൊന്ന് ശ്രദ്ധിച്ചേ. ഒരു പോസ്റ്റ്മാൻ വന്നു, ക്രാബ് നെബ്യുലയിൽ നിന്ന് ഒരു കത്ത് കൊണ്ടുവന്നു. അതെ, ക്രാബ് നെബ്യുല. എത്ര കാവ്യാത്മകവും എന്നാൽ കൗതുകകരവുമായൊരു ചിന്തയാണതല്ലേ? ആത്മീയതയെയും ജ്യോതിശാസ്ത്രത്തെയും എന്തു മനോഹരമായിട്ടാണ് ഈ പുസ്തകങ്ങളിൽ കോർത്തിണക്കിയിരിക്കുന്നതെന്ന് നോക്കൂ. വെറുമൊരു ആത്മീയ മാസിക എന്നതിലുപരി വലിയ ശാസ്ത്രീയ അന്വേഷണങ്ങളും ഇതിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത്ഭുതം തോന്നും. സൃഷ്ടിക്കുള്ളിലെ സൃഷ്ടിയും അനന്തമായ ശൃംഖലകളും, ബുദ്ധിമാനായ മാന്ത്രികനും മാന്ത്രികമായ ബുദ്ധിയും, അതുപോലെ സംസാരിക്കുന്ന കല്ലുകളും മുരളുന്ന മൺകോലകളും, പ്രകൃതിയുടെയും മനുഷ്യ മനസ്സിന്റെയും മറഞ്ഞിരിക്കുന്ന ഇത്തരം ശക്തികളെക്കുറിച്ച് ഈ ലേഖനങ്ങൾ എത്ര ആവേശത്തോടെയാണ് സംസാരിക്കുന്നതെന്ന് നോക്കൂ. ശരിക്കും നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന വിഷയങ്ങളാണിവ. ശരി, ഇനി ഈ ആശയങ്ങൾ എങ്ങനെയാണ് സമൂഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന് നോക്കാം. നാലാമത്തെ ഭാഗം ശാസ്ത്രവും സമൂഹവും ഭാവിയും. പ്രപഞ്ചരഹസ്യങ്ങളിൽ നിന്ന് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ സമൂഹത്തിലെ നിലവിലെ യാഥാർത്ഥ്യങ്ങളിലേക്കും പ്രശ്നങ്ങളിലേക്കും ഈ മാസിക നമ്മളെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. സത്യം പറഞ്ഞ 1971 ഈ ലേഖനങ്ങളുടെ ദീർഘവീക്ഷണം നമ്മളെ ശരിക്കും അത്ഭുതപ്പെടുത്തും. പുക ഭൂമിയെ നശിപ്പിക്കുമോ എന്ന ലേഖനമൊന്ന് ഓർത്തുനോക്കൂ.
അക്കാലത്ത് തന്നെ പരിസ്ഥിതി മലിനീകരണത്തെക്കുറിച്ചവർ നൽകുന്ന മുന്നറിയിപ്പാണിത്. ശാസ്ത്രം എങ്ങനെ അന്ധവിശ്വാസമായി മാറുന്നുവെന്നും അതുപോലെ മലകളിൽ നിന്ന് സ്വർണം പെയ്യുമ്പോൾ അത് ചെകുത്താനെ കൊണ്ടുവരുമെന്നതിലൂടെ അമിതമായ സമ്പത്ത് നമ്മളെ എങ്ങനെ നശിപ്പിക്കുന്നുവെന്നും ഇതിൽ അത്യന്തം കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്നാൽ വെറുതെ പ്രശ്നങ്ങൾ മാത്രം പറഞ്ഞിട്ട് പോകുകയല്ലാട്ടോ ഇതില് ചെയ്യുന്നത്. ശാസ്ത്രീയ ആത്മീയത, സാമൂഹിക പുരോഗതി, ലൈഫ് മാനേജ്മെന്റ് എന്നിങ്ങനെയുള്ള പുസ്തക വിഭാഗങ്ങളിലൂടെ ഈ പ്രശ്നങ്ങൾക്കൊക്കെ എങ്ങനെ പ്രായോഗികമായി പരിഹാരം കാണാം എന്നതിനെക്കുറിച്ച് വളരെ വ്യക്തമായൊരു രൂപരേഖയും ഇതിൽ നൽകുന്നുണ്ട്. മനുഷ്യന്റെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് അത്യാവശ്യമായ കാര്യങ്ങളെല്ലാം ഇതിലെ ഭംഗിയായി ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അഞ്ചാമത്തെയും അവസാനത്തെയും ഭാഗത്തെത്തിയിരിക്കുകയാണ്. സ്വാർത്ഥതയിൽ നിന്ന് നിസ്വാർത്ഥതയിലേക്ക്. നമ്മൾ ഇതുവരെ പറഞ്ഞ ആശയങ്ങളൊക്കെ പ്രാവർത്തികമാക്കണമെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും പെരുമാറ്റത്തിലുണ്ടാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. സ്വാർത്ഥതയും നിസ്വാർത്ഥതയും, അതായത് സ്വാർത്ഥം പരമാർത്ഥം തമ്മിലുള്ള അടിസ്ഥാനപരമായ വ്യത്യാസം എന്താണെന്നാണ് ഈ മാസികയിലെ പ്രധാന ലേഖനം ചർച്ച ചെയ്യുന്നത്. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നതാണ് ഏറ്റവും വലിയ കാര്യമെന്ന് ഇത് ഓർമ്മിപ്പിക്കുന്നു. എവിടെയാണോ ധർമ്മമുള്ളത് അവിടെയാണ് വിജയം എന്ന വളരെ ശക്തമായ ഒരു സന്ദേശമാണ് ഇതിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ശുദ്ധമായ വികാരങ്ങളിലൂടെ ഈ പ്രപഞ്ചാത്മാവിനെ നമുക്കെങ്ങനെ അനുഭവിച്ചറിയാമെന്ന് ഈ പുസ്തകങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് പുരോഗതി ഉണ്ടാകണമെങ്കിൽ അതിന് അദമ്യമായ ഒരാഗ്രഹം തീർച്ചയായും വേണം. നിസ്വാർത്ഥതയും നല്ല ചിന്തകളും നെഞ്ചിലേറ്റി നമ്മൾ മുന്നോട്ടു പോയാൽ മാത്രമേ ഈ ഗ്രന്ഥങ്ങളിൽ പറയുന്ന ഏറ്റവും വലിയ ലക്ഷ്യമായ യുഗനിർമ്മാണം, അതായത് പുതിയൊരു കാലഘട്ടത്തെ കെട്ടിപ്പടുക്കുക എന്നത് നമുക്ക് സാധ്യമാകൂ. ഈ വിശകലനം നമ്മൾ അവസാനിപ്പിക്കുന്നത് വളരെ ശക്തമായൊരു ചോദ്യത്തോടെയാണ്. നിങ്ങളോടാണ് എന്റെ ചോദ്യം. നിങ്ങളുടെ ബോധം മുകളിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയാണോ അതോ കെട്ടിക്കിടക്കുകയാണോ? ഈ മാസികയിലെ ഒരു ലേഖനത്തിൽ നിന്നെടുത്ത വരികളാണിവ. വെറുതെ കുറച്ച് അറിവുകൾ നേടുന്നതിനപ്പുറം നമ്മുടെ ചിന്തകളെ പ്രകാശപൂരിതമാക്കാനും നിരന്തരം മുന്നോട്ട് നയിക്കാനും ഈ വാക്കുകൾ നമ്മളെ സഹായിക്കട്ടെ. ഈ വിശകലനം നിങ്ങൾക്ക് പുതിയൊരു ചിന്ത പകർന്നു നൽകിയെന്ന് കരുതുന്നു. പുതിയ അറിവുകളുമായി നമുക്ക് വീണ്ടും കാണാം.